ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പി വീഡിയോ ആയിട്ടല്ല. നമുക്ക് വീട്ടിൽ തന്നെ കുറഞ്ഞ സ്ഥലമായാലും നമുക്ക് അത്യാവശ്യം ചില പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. എനിക്കിവിടെ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അവിടെ ഞാൻ ചെയ്തിട്ടുള്ള ചെറിയ തക്കാളിയും കുറച്ചൊന്ന് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇതേപോലെ ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ. അതുകൊണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇത് നമ്മൾ പാല് വാങ്ങിയിട്ടൊക്കെ കളയുന്ന ആ ഒരു കന്നാസിൽ മണ്ണ് നിറച്ചിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടു നോക്കുക. ഇതിനായിട്ട് ഞാനിവിടെ പോട്ടിംഗ് സോയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അല്ലാതെയുള്ള മണ്ണും കുറച്ച് വളവും കൂടെ മിക്സ് ചെയ്തിട്ട് നിറച്ചിട്ട് ഇത് കൃഷി ചെയ്താലും മതി. അപ്പോൾ ഞാൻ ഇതിനായിട്ട് പാല് വാങ്ങിയിട്ടുള്ള ആ ഒരു കന്നാസാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ മുക്കാൽ ഭാഗം ആ ഭാഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ കട്ട് ചെയ്ത ആ മുകൾ ഭാഗം ഇതിലേക്ക് തന്നെ ഒന്ന് തിരിച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അധികമായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കിടക്കും. അപ്പോൾ ആ ചെടിയിലേക്ക് ആ വെള്ളം പോയിട്ട് ചെടി ചീത്തയാകാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഇതിലേക്ക് മണ്ണ് നിറച്ച് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ചെറിയ തക്കാളി വീട്ടിൽ കഴിക്കാൻ വാങ്ങിച്ചിട്ടുള്ളത് ഞാനിങ്ങനെ ഒരു ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കിളിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ തൈയായിട്ട് എടുത്തിട്ടുള്ളത്. അല്ലാതെ അരി വാങ്ങിയിട്ടൊന്നും ഇതിൻ്റെ സീഡ് വാങ്ങിയിട്ടൊന്നും നട്ടിട്ടുള്ളതല്ല. വീട്ടിൽ വാങ്ങിയിട്ടുള്ളത് ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ ആ വിത്ത് പാകിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ബോട്ടിൽ ക്യാപ്പിൽ കുറച്ച് ഹോൾസ് ഇട്ടിട്ടാണ് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള തൈകളും നട്ടിട്ടുണ്ട്. ഇത്രയൊന്നും കിട്ടില്ല. നമ്മൾ ഇത് തൈ വളർന്നു വരുമ്പോൾ ഇത്രയൊന്നും നന്നായിട്ടൊന്നും കിട്ടില്ല, കുറച്ചൊക്കെ കിട്ടും. പിന്നെ ഇത് അല്ലാതെ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന തക്കാളിയാണ്. അതിപ്പോൾ ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ കാണിക്കുന്നത്. കുറച്ചും കൂടെ വലുതായിട്ടുണ്ട്. ചെറി ടൊമാറ്റോയുടെ തൈയും കുറച്ച് വലുതായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ 1 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വലുതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനായിട്ടൊന്ന് ഇങ്ങനെ സൈഡിലേക്ക് ചരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ക്യൂവർ വെച്ചിട്ടാണ് കുത്തി കൊടുക്കുന്നത്. ഇവിടെ അല്ലാതെ വേറെ കമ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്ക്യൂവർ വെച്ചിട്ടാണ് ഇത് നേരെ നിൽക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുത്തി കൊടുക്കുന്നത്. ഇത് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന തക്കാളിയുടെ ആ ഒരു 2-3 തൈയാണ്. ഇത് ഞാൻ വിത്ത് നമ്മൾ കറി വെക്കാൻ ഉപയോഗിച്ച ആ തക്കാളിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വിത്ത് പാകിയതാണ്. പിന്നെ കുറച്ച് ചെടിയുടെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ തൈയാണ് അതിൻ്റെ കൂടത്തിൽ നിൽക്കുന്നത്. ഇത് ചെറി ടൊമാറ്റോയുടെ ഒരു 1.5 മാസമായപ്പോൾ ഉള്ള വീഡിയോ ആണ്. നന്നായിട്ട് തന്നെ വലുതായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ താഴേക്ക് വെള്ളം വരികയാണെങ്കിൽ നമുക്ക് എടുത്ത് കളയാൻ പറ്റും. അതിൻ്റെ ആ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എടുത്ത് കളയാൻ പറ്റും. അതിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇതേപോലെ എടുത്ത് കളയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന തക്കാളി, വലിയ തക്കാളിയുടെ ആ ഒരു ഇതൊക്കെ കായ്ച്ച് നന്നായിട്ട് പൂത്തൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 2.5 മാസമൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറുതക്കാളിയും കുറേ തക്കാളി പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് കായ്ച്ച് എല്ലാം കുറേ പഴുത്തൊക്കെ വന്നിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ പിച്ചിയിട്ടുണ്ട്, ഇതിൽ നിന്ന് എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളും വീട്ടിലൊക്കെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. സ്ഥലം ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ കൃഷിയൊക്കെ ചെയ്ത് നോക്കുക. നമുക്കും വളമൊന്നും ചേർക്കാതെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത് ഒരുപാടങ്ങ് ഉണ്ടായി നമുക്ക് വീട്ടിലേക്ക് എല്ലാ ആവശ്യത്തിനും കിട്ടാൻ വേണ്ടിയിട്ടല്ല, കുറച്ചൊരു സന്തോഷം ഉണ്ടാവും. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് കാണിച്ചിട്ടുള്ളതാണ്. എല്ലാവരും ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കുക. താങ്ക് യു.